എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്തോ ഒരു വാട്ടം. അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് അത്ര പിടിക്കണില്ല കേട്ടോ. ഓളെ എന്താ ഓളുടെ ഒരു നല്ല എ ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കാണ് സ്വാമി. മതി. ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്. മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി. എന്താ എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടെന്ന് പറഞ്ഞ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി പോലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു? പണി പറ്റിച്ചല്ലേ? ആഹാ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ആ, ഇതാണ് ഈ കൈപ്പുണ്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. തിന്നോ? അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സെന്നറിയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോഴാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. 1 കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ? എന്തിനാടാ തൂറ്റില് പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കും. ഞാൻ കഴിക്കോളാം. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞാലും കേൾക്കില്ല. വേണ്ടെന്ന് ഞാൻ കഴിക്കോളാന്ന്. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. ശരി.